കോൺഫിഡൻസ് വളരെ കുറവുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഞാൻ ഒട്ടും സ്മാർട്ട് അല്ല, അട്രാക്റ്റീവ് അല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ സഹായിക്കാൻ പോവാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ക്ഷമയോടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുമെന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞ് തുടങ്ങാം. അത്യാവശ്യം നല്ല കഴിവുള്ള ഒരു പെൺകുട്ടി. പാട്ട് പാടുന്നതിലാണെങ്കിലും ഡാൻസിലാണെങ്കിലും ഒരുപാട് പ്രൈസസ് വാങ്ങിച്ചിട്ടുണ്ട്. ബട്ട് ദ മോമെന്റ് ഷീ ഓപ്പൺസ് ഇൻസ്റ്റാഗ്രാം എല്ലാം അവിടെ തീർന്നു. അതായത് ഫ്രീ ടൈമിലൊക്കെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഓരോ റീല് കണ്ടു കഴിയുമ്പോഴും തൊട്ടടുത്തിരിക്കുന്ന ആളോട് ഈ പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ്: ഓ, അവരൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണല്ലേ, എന്ത് രസമായിട്ട് അവർ വീഡിയോ ചെയ്തിരിക്കുന്നേ. ഓ, എനിക്കൊന്നും സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ട് അങ്ങ് ശരിയാകുന്നുമില്ല, എന്നാണാവോ ഞാൻ അവരെ പോലെ ആവുക. പിന്നെ ആ കുട്ടിയുടെ ദിവസം അങ്ങ് പോയി. നമ്മളുടെ പല ആൾക്കാരുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? കോൺഫിഡന്റ് ആവണമെങ്കിൽ വി നീഡ് ടു സ്റ്റോപ്പ് കമ്പയറിംഗ് അവർ സെൽവ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളുടെ മനസ്സ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും കമ്പയർ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ വെച്ചാവാം, ചിലപ്പോൾ നമ്മളൊരു വാട്സ്ആപ്പ് സ്റ്റാറ്റസ് കാണുമ്പോൾ തന്നെ ഓ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വളരെ ഹാപ്പിയാണ്, ഞാൻ ഒട്ടും ഹാപ്പി അല്ല. ഓരോ റീൽസ് കാണുമ്പോൾ അവര് ഹാപ്പിയാണ്, അല്ലെങ്കിൽ അവരുടെ ടാലന്റ് കാണുമ്പോൾ എനിക്ക് അതുപോലെ ആവാൻ പറ്റുന്നില്ല എന്നുള്ള കമ്പാരിസൺ. നമ്മളുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് അറിയോ? നമുക്ക് എന്താണ് ഉള്ളതെന്ന് നമ്മൾ കാണില്ല. നമ്മൾക്ക് ഇല്ലാത്ത കാര്യം ഓർത്ത് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എവിടെയും എത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഉള്ളതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് തീരുമാനിക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക, അതിനെപ്പറ്റി ടെൻഷൻ അടിക്കുക. വേറൊരാൾക്കുള്ള ടാലന്റ് വെച്ചിട്ട് എനിക്ക് അതുപോലെ ഇല്ല എന്ന് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു കാലത്തും നിങ്ങൾക്കത് ഉണ്ടാകാനും പോകുന്നില്ല. സോ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണം, കോൺഫിഡന്റ് ആകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യുന്നത് ആദ്യം നിർത്തണം. സോ എന്ന് നിങ്ങൾ മറ്റുള്ളവരെ വെച്ച് കമ്പാരിസൺ നിർത്തുന്നു, എന്ന് നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുന്നു, അന്ന് നിങ്ങൾ ഗ്രോ ചെയ്യാൻ തുടങ്ങും. അന്ന് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടാൻ തുടങ്ങും. ആദ്യം തന്നെ കോൺഫിഡൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ലോകത്ത് ആരും കോൺഫിഡന്റ് ആയിട്ട് ജനിക്കുന്നില്ല. കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ്. അതായത് ആർക്കും ഏത് വയസ്സിലും കോൺഫിഡന്റ് ആവാൻ പറ്റും. ഇത്രയും നാൾ നിങ്ങൾ ഒട്ടും കോൺഫിഡന്റ് അല്ലെങ്കിൽ പോലും ഇനിയും നിങ്ങൾക്ക് ആകാൻ പറ്റും. നല്ല ഉച്ചത്തിൽ സംസാരിക്കുക, ആൾക്കാരെ ഡോമിനേറ്റ് ചെയ്യുക, അതൊന്നും അല്ല കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഒരു സൈലന്റ് ആയിട്ടുള്ള, അധികം സംസാരിക്കാത്ത ഒരു വ്യക്തിക്ക് വരെ കോൺഫിഡന്റ് ആവാൻ പറ്റും. കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിലെ ചാലഞ്ചസ് എല്ലാം എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റും, എനിക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും എന്നുള്ള സ്വന്തമായിട്ടുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് അത് സെൻസ് ചെയ്യാനും പറ്റും. ആൻഡ് പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി റെസ്പെക്ട് യു. സോ ബാക്കി എല്ലാ തെറ്റിദ്ധാരണയും മാറ്റി വെച്ചിട്ട് ഞാൻ പറയുന്ന ഈ കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ബിലീഫ് ഇൻ വൺ സെൽഫ്. ഈ കാര്യത്തിലാണ് നിങ്ങൾക്ക് ആദ്യം ഒരു ക്ലാരിറ്റി വേണ്ടത്. ഞാനിനി പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളിലൂടെയും ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾക്ക് വേണ്ടത് ക്ലാരിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൃത്യമായ ഐഡിയ ഉണ്ടാവണം. മേ ബി നിങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു ബുക്കിൽ അത് എഴുതി വെക്കാം. പ്രധാനമായും നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക, അത് എഴുതി വെക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഞാൻ പറയട്ടെ. യുവർ മൈൻഡ് വിൽ ബിലീവ് വാട്ട് യു റിപ്പീറ്റ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ആവർത്തിച്ച് പറയുന്നത് എന്താണോ അത് നിങ്ങളുടെ മനസ്സ് വളരെ സീരിയസ് ആയിട്ട് എടുക്കും. അതായത് നിങ്ങൾ പറയാണ്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്ത് ശരിയാവുന്നില്ല. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഉറപ്പായിട്ട് അത് വിശ്വസിക്കും. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, അത് സത്യമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ലാസ്റ്റ് ടൈം നിങ്ങൾക്കൊരു അവസരം കിട്ടിയപ്പോൾ അത് ഞാൻ ചെയ്താൽ ശരിയാവില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയ സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് താനെ കുറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഉള്ളത് കൂടി നിങ്ങൾക്ക് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, നിങ്ങൾ എന്താണോ നിങ്ങളോട് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് അത് നിങ്ങളുടെ ബ്രെയിൻ എന്തായാലും വിശ്വസിക്കും. സോ ഇറ്റ്സ് ടൈം ടു ചേഞ്ച് ഇറ്റ്. നിങ്ങൾ തിരിച്ചു പറഞ്ഞാലും മാറ്റം ഉണ്ടാവും. അതായത് നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളോട് പറയേണ്ട കാര്യം ഇതാണ്: ഐ എം ലേണിംഗ്. ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ ബ്രെയിൻ ഒരിക്കലും വിശ്വസിക്കില്ല. ബിക്കോസ് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം ബ്രെയിൻ ഓൾറെഡി വിശ്വസിച്ചിട്ടുണ്ട്: എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഒന്നും ശരിയാവില്ല എന്ന്. അപ്പൊ നിങ്ങൾ ഓപ്പോസിറ്റ് പറയുമ്പോൾ ബ്രെയിൻ ആദ്യം അക്സെപ്റ്റ് ചെയ്യില്ല. ബട്ട് എന്നാലും കീപ് റിപ്പീറ്റിംഗ് ഇറ്റ്. ശരിയാകും, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ട്രൈ ചെയ്യുകയാണ്. ആൻഡ് വൺ ഡേ യു വിൽ സീ എ മിറക്കിൾ. വൺ ഡേ യു വിൽ സീ എ ഗ്രേറ്റ് ചേഞ്ച്. ഒരു വാക്ക് തന്നിട്ട് അത് പാലിക്കാത്ത ആൾക്കാരെ നിങ്ങൾ വിശ്വസിക്കൂ? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും നിങ്ങളോട് ഓരോ കാര്യങ്ങളും പറയും, പക്ഷെ അതൊന്നും ചെയ്യില്ല. ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്യാൻ പോവാന്ന് പറയും, ബട്ട് അത് ചെയ്യില്ല. നാളെ ഞാൻ 8 മണിക്ക് നിന്നെ കാണാൻ വരും എന്ന് പറയും,
എന്നിട്ട് 8 മണി കഴിഞ്ഞു 10 മണി കഴിഞ്ഞാലും എത്തില്ല. അങ്ങനെ പലതവണ നിങ്ങളുടെ ഫ്രണ്ട് ഇതേ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഫ്രണ്ടിലുള്ള ട്രസ്റ്റ് പോകും. ആ ഫ്രണ്ട് പിന്നെ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരട്ടെ. ഇറ്റ്സ് ടൈം ടു ഓപ്പൺ യുവർ ഐസ്. നിങ്ങൾ നിങ്ങളോട് മേക്ക് ചെയ്യുന്ന പ്രോമിസുകൾ അത് നിങ്ങൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെയും ട്രസ്റ്റ് ചെയ്യില്ല. അതായത് നിങ്ങളുടെ കോൺഫിഡൻസ് നശിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രോമിസുകളാണ്. എന്താണെന്നറിയോ? നാളെ മുതൽ ഞാൻ ഉറപ്പായിട്ടും രാവിലെ എഴുന്നേക്കും, എന്നിട്ട് അലാറം വെക്കും. അലാറം അടിക്കുമ്പോൾ സ്നൂസ് ചെയ്ത് പിന്നെയും കിടന്നുറങ്ങും. നാളെ മുതൽ ഞാൻ ജിമ്മിൽ പോവാൻ പോവാണ്, എന്നിട്ട് ജിമ്മിൽ ഒരിക്കലും പോവില്ല. നാളെ മുതൽ ഞാൻ എല്ലാം ശരിയാക്കും, എന്നിട്ട് ഒന്നും ശരിയാക്കില്ല. സോ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കുന്നു, എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേറെ ഒരാൾ നിങ്ങളോട് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യോ? ഒരിക്കലും ഇല്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളോട് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ സെൽഫ് ട്രസ്റ്റ് ഇല്ലാതെയാകുന്നു. അപ്പൊ നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് വരും. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളത് ചെയ്യില്ല എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ആദ്യം നിങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പഠിക്കുക. ഇത്ര മണിക്ക് ഞാൻ എഴുന്നേക്കും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചാടി എഴുന്നേക്കാൻ ശ്രമിക്കുക. സ്നൂസ് ചെയ്ത് പോകും തോറും നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ തന്നെയാണ് ഇല്ലാതെയാക്കുന്നത്. സോ ഇന്ന് മുതൽ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കുക, അത് ഫോളോ ചെയ്യാനും കൂടി പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റം ചെറുതൊന്നായിരിക്കില്ല. സോ ഇത്രയും നേരം നമ്മൾ മൈൻഡിന്റെ കാര്യം കുറച്ച് സംസാരിച്ചു. ഇനി നമുക്ക് ബോഡിയുടെ കാര്യം സംസാരിച്ചാലോ? മൈൻഡ് ആൻഡ് ബോഡി ഈസ് കണക്റ്റഡ്. ആൻഡ് ഡു യു നോ ഹൗ മച്ച് ഇമ്പോർട്ടന്റ് ഈസ് എക്സസൈസ്? ബോഡിയിൽ ഫിസിക്കൽ മൂവ്മെന്റ്സ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഒരുപാട് ഫീൽ ഗുഡ് കെമിക്കൽസ് റിലീസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഡോപ്പമിൻ, എൻഡോഫിൻ, സെറട്ടോണിൻ. ഇതുപോലെയുള്ള ഫീൽ ഗുഡ് കെമിക്കൽസ് നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? നമ്മുടെ കോൺഫിഡൻസ് കൂടും, നമ്മുടെ ശോകം പോവും, നമ്മൾക്ക് മോട്ടിവേഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. വെൻ യു എക്സസൈസ് there are a lot of changes happening in your brain. ആ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിനെ വളരെ പോസിറ്റീവായിട്ട് മാറ്റും. നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറ്റും, നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടും. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ തീരുമാനിക്കുക, ചെറിയ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുമെന്ന്. 1/2 മണിക്കൂർ 1 മണിക്കൂർ ഇന്ന് മുതൽ ഞാൻ എക്സസൈസ് ചെയ്യുമെന്ന് നടക്കാത്ത കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യരുത്. 5 മിനിറ്റ് 10 മിനിറ്റ് തുടങ്ങുക, അതിനുശേഷം കൂട്ടിക്കൊണ്ടുവരാം. ഇനി ലാസ്റ്റ് എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, നമ്മളെല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരാണ് അല്ലെ? സിനിമ കാണുമ്പോൾ അവരുടെ ആക്ടിങ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പറ്റും, വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിൽ ഓരോ സീനും അവർ ഒരു തവണ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത്. അല്ല, പല ടേക്കുകൾ എടുത്തിട്ടുണ്ടാവാം, പല തവണയും തെറ്റിപ്പോയിട്ടുണ്ടാവാം. അത് നാച്ചുറൽ ആകുന്നത് വരെ ആവർത്തിച്ചെടുത്തിട്ടുണ്ടാവാം. നമ്മൾ കാണുന്നത് ഓക്കെ ആയിട്ടുള്ള ഷോട്ടാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ കോൺഫിഡൻസും കൂട്ടേണ്ടത്. അതായത് പ്രാക്ടീസ് ഇറ്റ് അൺടിൽ ഇറ്റ് ബിക്കംസ് നാച്ചുറൽ. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ആൻഡ് വൺ ഡേ അത് നാച്ചുറലായി വരും. പേടിയുണ്ടെങ്കിലും പേടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പേടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേടി മാറുന്നത് നിങ്ങൾ തന്നെ കാണും. അതായത് വോയിസ് ഇടറിയാൽ പോലും നിർത്താതെ സംസാരിക്കുക. ഓടിപ്പോകണമെന്ന് തോന്നിയാൽ പോലും അവിടെ നിൽക്കുക. തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും ട്രൈ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ പലതവണ ആവർത്തിച്ച് ചെയ്താൽ നിങ്ങളിലുള്ള മാറ്റം വളരെ വളരെ വലുതായിരിക്കും. എന്നെങ്കിലും ഒരു ദിവസം ലോകം എന്നെ അംഗീകരിക്കും, എന്നെങ്കിലും ഒരു ദിവസം എല്ലാവർക്കും എന്നെ മനസ്സിലാകുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന ആ ഒരു ദിവസം ഒരിക്കലും വരില്ല. ഫസ്റ്റ് തിങ്, ലോകമല്ല നിങ്ങൾ അംഗീകരിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കണം. നിങ്ങൾ ആദ്യം നിങ്ങളിൽ വിശ്വസിക്കണം. അതിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ആൻഡ് കുറച്ച് ക്ഷമ വേണം. ഇതിനെല്ലാം സമയം എടുക്കും, ബട്ട് ഉറപ്പായിട്ടും ഇത് നിങ്ങളെ മാറ്റും.